പ്രകൃതി പുരുഷ സംയോഗത്തിലൂടെ ഈ പ്രപഞ്ചത്തിലുണ്ടാകുന്ന സർവ്വതും ത്രിഗുണാത്മകമാണ്. ഉദ്ധവ, പരമാത്മസ്വരൂപനായ ബ്രഹ്മസ്വരൂപനായ ഞാൻ മാത്രമേ ഉള്ളൂ നിർഗുണമായിട്ട്. അവികാരം, അജം, ശുദ്ധം, നിർഗുണം, യദ് നിരഞ്ജനം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ബ്രഹ്മസ്വരൂപം ഞാൻ തന്നെയാണ്. എന്നിൽ നിന്ന് ഉണ്ടായതായ സകലതും ത്രിഗുണാത്മികമാണ്. സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം എന്നിങ്ങനെ 3 വിഭാഗത്തിലായിട്ടാണ്. ഇതെല്ലാം പ്രകൃതി ഗുണങ്ങളാണ്, അല്ലാതെ എൻ്റേതല്ല, ആത്മാവിൻ്റേതല്ല. ഈ ത്രിഗുണങ്ങളെ കൃത്യമായിട്ട് നിർവചിക്കുക എളുപ്പമല്ല. എന്നാലും ആചാര്യന്മാർ ഒരു ഏകദേശ സ്വരൂപം പറയണത്, സത്വഗുണം എന്ന് പറയണത് പ്രകാശസ്വരൂപമാണ്. രജസ്വരൂപം അല്ലെങ്കിൽ രജോ ഗുണം എന്ന് പറയുന്നത് പ്രേരകസ്വരൂപമാണ്. തമോ ഗുണം എന്ന് പറയുന്നത് അജ്ഞതയാണ് എന്ന് സാമാന്യേന പറയാം. ഇങ്ങനെ ത്രിഗുണാത്മകമാണ് ഈ പ്രപഞ്ചം മുഴുവനും എന്ന് ഭഗവാൻ വർണ്ണിച്ചു കൊടുക്കുകയാണ് ഉദ്ധവന്. ഉദ്ധവ, ത്രിഗുണങ്ങളിൽ നിന്നാണ് ഈ പ്രപഞ്ചം മുഴുവൻ ഉണ്ടാവുന്നത്. അത് ത്രിഗുണങ്ങളിൽ വെച്ചിട്ട് സത്വഗുണത്തിൽ നിന്നാണ് മനസ്സ് ഉത്ഭവിക്കുക, അതായത് അന്ധകരണവൃത്തികൾ. അതുകൊണ്ട് മനസ്സ് ഔൽപത്തികമായിട്ട് സാത്വികമാണ് എന്ന് പറയാം. മനസ്സ് അടിസ്ഥാനപരമായിട്ട് സാത്വികമാണെങ്കിലും രജോ ഗുണവും തമോ ഗുണവും പലപ്പോഴും അതിലേക്ക് കയറി വരും. കാരണം ഇന്ദ്രിയങ്ങൾ കൊണ്ടുവരുന്ന സംവേദനങ്ങൾ പലതാണ്. അതുകൊണ്ട് നല്ലതും ചീത്തയുണ്ട്. അപ്പം രജസ്തമോ ഗുണങ്ങൾ സാത്വികമായ മനസ്സിലേക്ക് കയറി വരുന്നത് കൊണ്ടാണ് മനസ്സ് മലീമസമായി തീരുന്നത് എന്ന് സാമാന്യേന പറയാം. ഈ മനസ്സിനെ ബാധിക്കുന്നതായ ഈ മാലിന്യത്തിനെ നീക്കിയാൽ മാത്രമാണ് മനസ്സ് ശുദ്ധമായി തീരുള്ളൂ. അപ്പോൾ മാലിന്യം നീക്കണമെന്നുണ്ടെങ്കിൽ ഇതിലെ രാജസാംശം ഏത്, താമസാംശം ഏത് എന്ന് തിരിച്ചറിയണം. നമ്മുടെ ലൗകികമായ ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ ഗൃഹത്തിലുണ്ടാകുന്ന അനേകം മാലിന്യങ്ങളുണ്ട്. അതിൽ ജൈവ അവശിഷ്ടങ്ങൾ, ബയോ വേസ്റ്റ്, നോൺ ബയോ വേസ്റ്റ് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് വേസ്റ്റ്, ഇങ്ങനെ സാധാരണ സെഗ്രിഗേറ്റ് ചെയ്യുന്നത് പോലെ, വേർതിരിക്കുന്നത് പോലെ നമ്മുടെ ഗൃഹത്തിലുണ്ടാകുന്ന പലതരത്തിലുള്ള പാഴ്വസ്തുക്കളെ അല്ലെങ്കിൽ വേസ്റ്റിനെ പല ഭാഗങ്ങളായിട്ട് വേർതിരിച്ച് 3 ബിന്നിലാക്കിയിട്ട് നമ്മൾ സംസ്കരിക്കുന്നത് പോലെ എന്ന് ഏകദേശം നമുക്കർത്ഥം പറയാം. അപ്പോൾ മനസ്സിൽ രജോ ഗുണവും തമോ ഗുണവും കടന്നു വരും, മനസ്സ് സാത്വികമാണെങ്കിലും. അപ്പോൾ ഈ മനസ്സിനകത്തുള്ള വികാരങ്ങൾ ഏതാണ് സാത്വിക, ഏതാണ് രാജസാംശം, ഏതാണ് താമസാംശം എന്നുള്ള തിരിച്ചറിഞ്ഞാലേ നീക്കാൻ പറ്റുള്ളൂ. ഈ തിരിച്ചറിവിന് വേണ്ടിയിട്ടാണ് ഭഗവാൻ ത്രിഗുണവൃത്തികളെ വർണ്ണിക്കുന്നത്. അപ്പൊ ഏകദേശം ഒരു രൂപം പറഞ്ഞു. ഇങ്ങനെ നമുക്ക് മനസ്സിലാവണ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു വിളക്കിനെ സങ്കല്പിക്കുക. ഒരു തിരി കത്തിച്ച് വെച്ചിട്ട് തെളിഞ്ഞ ചില്ല് ഗ്ലാസ് കൊണ്ട് അതിനെ മൂടി വയ്ക്കുക. അപ്പോൾ നമുക്ക് കാണാവുന്നത് ആ തിരുനാളത്തിൻ്റെ പ്രകാശം പൂർണ്ണമായിട്ടും ചില്ലിനുള്ളിൽ കൂടി പുറത്തേക്ക് വരും. അഥവാ പുറത്ത് വരുന്നത് അപൂർണമാണെങ്കിൽ ഈ അപൂർണത വളരെ നേർത്തതായിരിക്കും. തെളിഞ്ഞ ചില്ലിൻ്റെ ചിമ്മിനി എന്ന് നമ്മൾ പറയുന്ന രീതിയിലുള്ള ഒരു വിളക്കാണെങ്കിൽ, ചിമ്മിനി വിളക്കിൽ കത്തുന്ന പ്രകാശം പുറത്തേക്ക് വരുമ്പോൾ തെളിഞ്ഞ പ്രകാശം കാണും. അപ്പം ഇങ്ങനെ പരിപൂർണമായിട്ട് പ്രകാശം പുറത്തേക്ക് വരികയാണെങ്കിൽ നമുക്ക് വ്യക്തമായിട്ട് കാണാം. ഇതാണ് സത്വഗുണത്തിൻ്റെ സ്വരൂപം എന്ന് ഏകദേശം പറയാം. സത്വഗുണം എന്നുള്ളത് പ്രകാശ സ്വരൂപമാണെന്ന് നേരത്തെ പറഞ്ഞു. ഇനി ഈ ചില്ലിനെ, സ്ഫടികാഭരണത്തിന് ഒരു ചുവന്ന കടലാസ് കൊണ്ട് മൂടിയാൽ നാളത്തിൻ്റെ യഥാർത്ഥ പ്രകാശം പോവും, ചുവന്ന നിറത്തിലാവും നമ്മൾ കാണാം. എന്ന് വെച്ചാൽ ആ പ്രകാശത്തെ കടലാസിൻ്റെ ചുവപ്പ് നിറത്തോട് ബന്ധിപ്പിച്ച്
അതിനെ വികൃതമാക്കി തീർക്കും, ചുവപ്പ് നിറമാക്കി തീർക്കും. ഇതാണ് രജോ ഗുണം. അത് ചലനാത്മകമാണ്, പ്രേരകാത്മകമാണ്. പ്രകാശത്തിൻ്റെ ആ നിർമ്മലതയ്ക്ക്, സ്വച്ഛതയ്ക്ക് ചലനമുണ്ടാക്കുന്നതാണ് രജോ ഗുണം. ഇനി ഇതേ തെളിഞ്ഞ ചില്ലിനെ തന്നെ കറുത്ത കടലാസ് കൊണ്ട് മൂടിയാലോ പ്രകാശം ഒട്ടും പുറത്തു വരില്ല. ഇതാണ് തമോ ഗുണം. അത് ആവരണാത്മകമാണ് എന്ന് നേരത്തെ പറഞ്ഞു. സത്വഗുണത്തിന് നേരെ വിപരീതം. ഇതാണ് നമുക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ ഏകദേശം സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം എന്താണ് എന്ന് പറയാവുന്നത്. ഇനി മനുഷ്യരുടെ കാര്യം പറഞ്ഞാൽ നമ്മൾ പറയാറുണ്ട്, അയാൾ ശുദ്ധ പാപത്താനാണ് കേട്ടോ, മഹാപാപം, ശുദ്ധൻ എന്ന് പറയാറുണ്ട്. അയാൾ സത്വഗുണപ്രധാനിയാണ്. ഇനി ചിലരോട് സംസാരിക്കുമ്പോൾ കുറച്ചൊന്ന് സൂക്ഷിക്കണം കേട്ടോ, ചൂടനാണ് അയാൾ, പെട്ടെന്ന് ടെമ്പർ പോവും. അപ്പം അയാൾ കുറച്ച് ചൂടനാണ് എന്ന് നമ്മൾ പറയാറുണ്ട്. അത് രജോ ഗുണം. ഇനി മൂന്നാമതൊരാളോട് നമ്മൾ പറയാണ്, അയ്യോ അയാളോട് സംസാരിക്കാൻ നിൽക്കണ്ട കേട്ടോ, വായെടുത്താൽ അസഭ്യ പറയുള്ളൂ, ഇന്നത് പറയുക എന്നുള്ളതല്ല, ആരുടെ മുഖത്ത് നോക്കിയാൽ തോന്നിവാസം പറയും എന്ന് പറഞ്ഞാൽ അയാൾ തമോ ഗുണപ്രധാനിയാണ് എന്ന് നമുക്ക് സാമാന്യനെ പറയാം. ഇങ്ങനെയൊക്കെയാണ് നമുക്ക് സത്വഗുണത്തിനെയും രജോ ഗുണത്തിനെയും തമോ ഗുണത്തിനെയും വേർതിരിച്ചറിയാനുള്ള നമ്മുടെ ജീവിതത്തിലെ ഉപാധികൾ, നിത്യ ജീവിതത്തിൽ കാണപ്പെടുന്ന ഉദാഹരണങ്ങൾ ഇതൊക്കെയാണ്. അതുകൊണ്ട് ശ്രേയസ് ആഗ്രഹിക്കുന്ന ഒരുത്തൻ, ഒരു മുമുക്ഷു, ഒരു സത്യാന്വേഷി ആദ്യം പൊട്ടിക്കേണ്ടത് ആവരണാത്മകമായിരിക്കുന്ന തമോ ഗുണത്തിനെയാണ്. തമോ ഗുണത്തിനെ പൊട്ടിച്ചാൽ പകുതി ജയിച്ചു. അത് കഴിഞ്ഞ് രജോ ഗുണത്തിനെ അതിജീവിക്കണം. ഇങ്ങനെ രജസ്തമോ ഗുണങ്ങൾ മനസ്സിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ സത്വഗുണം മാത്രം അവശേഷിക്കും. ഒടുവിൽ സത്വഗുണത്തിനെയും ഉപേക്ഷിക്കണം. ഇതാണ് ഏകാദശ സ്കന്ധത്തിലെ ഏകാദശ അധ്യായത്തിലും അതുപോലെ തന്നെ ഹംസാവതാരത്തിൻ്റെ 13ാമത്തെ അധ്യായത്തിലും ഭഗവാൻ ഉദ്ധവന് വർണ്ണിച്ചു കൊടുത്തത്. ഒടുവിൽ സത്വഗുണത്തിനെയും ഉപേക്ഷിക്കണം. ശുദ്ധ സത്വഗുണം എന്ന് പറയുന്നതിൻ്റെ സ്ഥാനം നിർഗുണത്തിന് വളരെ അടുത്താണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ ഉദാഹരണം നോക്കിയാൽ, ആ ചില്ലുകൊണ്ടുള്ള, വിളക്കിൻ്റെ ചില്ലുകൊണ്ടുള്ള ആവരണത്തിന് മറ്റൊന്നിൻ്റെയും മൂടലില്ലാത്ത പ്രകാശം നിർഗുണം. തെളിഞ്ഞ ചില്ലിൻ്റെ ആവരണമുള്ളത് സാത്വികം. ചുവന്ന ചില്ലിലൂടെ പുറത്ത് വരുന്നത്, ചുവന്ന കടലാസ് പൊതിയുമ്പോൾ ചുവന്ന നിറത്തിലുള്ള ചില്ലിലൂടെ പുറത്ത് വരുന്ന രാജസം. കറുത്ത നിറമുള്ള കടലാസ് കൊണ്ട് മൂടുമ്പോൾ അത് കറുത്ത ചില്ലിനാൽ തടയപ്പെടണു, പ്രകാശം പുറത്തേക്ക് വരണില്ല, അത് താമസം. അപ്പൊ ഇങ്ങനെ ഒരു ലോകത്തിൽ സകലത്, പ്രത്യേകിച്ച് മനുഷ്യന്റെ മനസ്സ് ത്രിഗുണാത്മകമാണ്. ഒരു മനുഷ്യൻ ശുദ്ധ സാത്വികനോ ശുദ്ധ രാജസനോ ശുദ്ധ താമസനോ അല്ല. ശുദ്ധ സാത്വികൻ, ശുദ്ധ രാജസൻ, ശുദ്ധ താമസൻ എന്ന് പറയുന്നതായിട്ട് ഒരുവനും ഈ ലോകത്തില്ല. ഏറ്റക്കുറച്ചിലുണ്ടാകുന്ന മാത്രം. മനസ്സ് ത്രിഗുണാത്മകമാണ്. അതിലേതെങ്കിലും ഒരു ഗുണത്തിന് ആധിക്യമുണ്ടാവാം, മറ്റു രണ്ടെണ്ണത്തിന് ന്യൂനതയുണ്ടാവാം. സത്വഗുണം ഏറെയുള്ളവനെ സാത്വികൻ എന്ന് വിളിക്കണു, രജോ ഗുണം ഏറെയുള്ളവനെ രാജസൻ എന്ന് വിളിക്കണു, തമോ ഗുണമുള്ളവൻ ഏറ്റവും കൂടുതലുള്ളവനെ, മറ്റു രണ്ട് ഗുണങ്ങളെ അപേക്ഷിച്ച് തമോ ഗുണത്തിനാണ് ആധിക്യമെങ്കിൽ അവനെ താമസൻ എന്ന് വ്യവഹരിക്കണു. അത്രയേ ഉള്ളൂ. സാത്വികൻ എങ്ങനെയിരിക്കും, രാജസൻ എങ്ങനെയിരിക്കും, താമസൻ എങ്ങനെയിരിക്കും എന്ന് ചോദിച്ചാൽ ഈ ചോദ്യങ്ങൾക്ക് സാമാന്യമായിട്ടുള്ള ഉത്തരമാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഇവിടെ നൽകുന്നത്. ഏകദേശ വിവരണമാണ്. കൃത്യമായിട്ട് ഒരു നേർരേഖ വരച്ച് ആ വരയ്ക്ക് അപ്പുറത്ത് സാത്വികം ഇപ്പുറത്ത് രാജസം എന്ന് വ്യക്തമായിട്ട് പറയാൻ പറ്റില്ല എന്നർത്ഥം. ഇങ്ങനെ സാത്വിക, രാജസ, താമസ ഗുണങ്ങളിൽപ്പെട്ട ആൾക്കാരുടെ വൃത്തികളെയാണ് ഭഗവാൻ വർണ്ണിച്ചുകൊണ്ടിരുന്നത്. ഭഗവാൻ പിന്നീട് പറഞ്ഞു, യഥാചിത്തം പ്രസീദേത ഇന്ദ്രിയാണാം ച നിർവൃതി ദേഹേഭയം മന അസംഗം ദേഹേഭയം മനോസംഗം തൽ സത്വം വിധി മത്പദം. മനസ്സിലെ ശാന്തിയും തെളിമയും ഇന്ദ്രിയ വ്യാപാരങ്ങളിൽ നിന്ന് ഉപരതിയും വന്നു കഴിഞ്ഞാൽ
പിന്നെ ഈ ദേഹം നശിച്ചു പോകുമോ എന്ന ഭയം ഇല്ലാത്ത അവസ്ഥയും വന്നാൽ, നിസ്സംഗത വന്നാൽ, അത് സത്വഗുണം അധികരിച്ചതായിട്ട് അറിയണം ഉദ്ധവ. മനസ്സിൽ ശാന്തി ഉണ്ടാവുക, നൈർമല്യമുണ്ടാവുക, ഉപരതി ഉണ്ടാവുക, ഭയരഹിതമായ അവസ്ഥയുണ്ടാവുക, നിസ്സംഗത ഉണ്ടാവുക. ഇങ്ങനെയുള്ള ഗുണങ്ങൾ വർദ്ധിച്ചു വരുമ്പോഴാണ് സത്വഗുണം വർദ്ധിക്കുക എന്ന് പറയുന്നത്. ഇനി രജോ ഗുണം വർദ്ധിച്ചിരിക്കുന്നവന്റെ ഗുണങ്ങളെ പറയുന്നു. ഓരോവിധ പ്രവർത്തികൾ നിമിത്തം ഉണ്ടാകുന്ന ജയാപജയങ്ങളാൽ സന്തോഷ സന്താപങ്ങളെ അനുഭവിക്കുന്നവൻ. ജയം കൊണ്ട് സന്തോഷവും പരാജയം കൊണ്ട് സന്താപവും ഉണ്ടാവുന്നു. ബുദ്ധിക്ക് വിശ്രമമില്ലാതെ നാല് ഭാഗത്തും എപ്പോഴും സഞ്ചരിച്ചു കൊണ്ടിരിക്കുക, എന്തെങ്കിലും ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും അത് കരസ്ഥമാക്കാനായിട്ട്. എന്ന് മാത്രമല്ല, പഞ്ചേന്ദ്രിയങ്ങൾ വിഷയങ്ങളുള്ള ആശ നിമിത്തം നിരന്തരം അലഞ്ഞുകൊണ്ടിരിക്കുന്നു. ബഹ്വസ്സ പത്ന്യ ഇവ ഗേഹപദ്യം ലുനന്തി എന്ന് പ്രഹ്ലാദൻ പറഞ്ഞതുപോലെ. ഇങ്ങനെ ആകപ്പാടെ മനസ്സിന് ശാന്തതയില്ലാതെ, സുഖമില്ലാതെ ഇരിക്കണ അവസ്ഥ. അപ്പോഴാണ് രജോ ഗുണം വർദ്ധിച്ചിരിക്കണോ എന്ന് പറയാൻ പറ്റുക ഉദ്ധവ. ഇനി ഇതിൻ്റെ അടുത്തത് തമോ ഗുണം. സീതച്ചിത്തം വിലീയേത ചേതസോ ഗ്രഹണ അക്ഷമം മനോനഷ്ടം തമോ ഗ്ലാനി തമസസ്തതുപധാരയ. ചിത്തത്തിന് പദാർത്ഥങ്ങളെ ഗ്രഹിക്കാൻ ആവശ്യമായ ശക്തി, അതായത് ജ്ഞാനസ്വരൂപമായിരിക്കുന്ന ശക്തി, ആ അറിവായിട്ട് പരിണമിക്കാൻ സാമർഥ്യമില്ലാണ്ട് വരിക. അപ്പൊ സങ്കല്പിക്കാനോ വികൽപ്പിക്കാനോ ശക്തിയില്ലാതെ മനോരൂപം നശിക്കണു. മനസ്സിന്റെ വിവേചന ശക്തി നശിക്കണു എന്നർത്ഥം. ഏതാണ് ഗ്രാഹ്യം, ഏതാണ് ത്യാജ്യം, എന്താണ് വിധി, എന്താണ് നിഷേധം, ഏതാണ് സ്വീകരിക്കേണ്ടത്, ഏതാണ് തിരസ്കരിക്കേണ്ടത്, ഇത് മനസ്സിലാകാതിരിക്കുക. അതുപോലെ വിഷാദം, അറിവില്ലായ്മ തുടങ്ങിയ മൂഢാവസ്ഥകളിൽ മുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അത് തമോ ഗുണപ്രധാനിയാണ് എന്ന് പറയാം. ഇനി ഓരോ വിഭാഗങ്ങൾക്കും ഈ സത്വഗുണവും രജോ ഗുണവും തമോ ഗുണവും വർദ്ധിക്കുമ്പോൾ ലോകത്തിലുള്ള ഓരോന്നിൻ്റെയും പ്രത്യേകതകൾ പറയണു. അത് ഇന്ദ്രിയത്തിനാവാം, മനസ്സിനാവാം, ഭക്തിയാവാം, മനുഷ്യർക്കാവാം, ആഹാരത്തിനാവാം, കാലത്തിനാവാം, എല്ലാത്തിനും ഉണ്ട് ഇത്. ഉദ്ധവ, സത്വഗുണത്തിന് അഭിവൃദ്ധി ഉണ്ടാവുമ്പോൾ ഇന്ദ്രിയങ്ങളുടെ അധിഷ്ഠാന ദേവതകൾക്ക് ബലം വർദ്ധിക്കണം. അപ്പോൾ നിവൃത്തിപരമായ നിഷ്കാമ കർമ്മങ്ങളിലാണ് അവൻ വർദ്ധിക്കുക. രജോ ഗുണത്തിന് ആധിക്യമുണ്ടാവുമ്പോൾ പ്രവൃത്തിപരമായ കർമ്മങ്ങളിൽ ഏർപ്പെടാൻ ഇന്ദ്രിയങ്ങൾക്ക് ജാഗ്രത ഉണ്ടാവണു. അതുകൊണ്ട് ആ സമയത്ത് അസുരന്മാർക്കാണ് ബലം കൂടുക. അസുവിൽ രമിക്കുന്നവര്, രജോ ഗുണാധിക്യമുള്ളവർ അസുരന്മാരാവും. തമോ ഗുണം അധികരിക്കുമ്പോൾ ഒന്നിലും വ്യാപരിക്കാതിരിക്കുക എന്ന മോഹം വർദ്ധിക്കണം. അപ്പോൾ രക്ഷസുകൾക്ക് ശക്തി കൂടും എന്ന് ഭഗവാൻ പറഞ്ഞതാണ്. ഇങ്ങനെ ത്രിഗുണങ്ങളുടെ ആധിക്യ ന്യൂനതകൾ നിമിത്തം പ്രാണികൾക്ക് അവസ്ഥാഭേദങ്ങൾ ഉണ്ടാവണു എന്ന് ഭഗവാൻ പറഞ്ഞു. സത്വഗുണത്തിന് ഉത്കർഷമുണ്ടാവുമ്പോൾ ജാഗ്രത എന്ന അവസ്ഥ ഉണ്ടാവും, സകല ഇന്ദ്രിയങ്ങളും പ്രവർത്തന നിരതമാവും. രജോ ഗുണത്തിന്റെ ഉത്കർഷത്തിൽ സ്വപ്നാവസ്ഥയുണ്ടാവും. എന്നാൽ തമോ ഗുണത്തിന്റെ അഭിവൃദ്ധിയിൽ സുഷുപ്തി എന്ന അവസ്ഥയാണ് ഉണ്ടാവുക. എന്നാൽ ഈ മൂന്ന് അവസ്ഥകളിലും ഒരുപോലെ വ്യാപിച്ചിരിക്കുന്ന ചൈതന്യമാണ് ആത്മചൈതന്യം. മൂന്നവസ്ഥകളിലും ഒരുപോലെ വ്യാപിച്ചിരിക്കണു. ഒരവസ്ഥയുടെ ഉത്ഭവത്തിൽ സ്വയം ഉത്ഭവിക്കാതിരിക്കണു. ഈ മൂന്നവസ്ഥകളെയും കണ്ടുകൊണ്ടിരിക്കുന്ന ചൈതന്യം. ഒറ്റ വാക്യത്തിൽ പറഞ്ഞാൽ അവസ്ഥാത്രയ വിലക്ഷണ ചൈതന്യമാണ് ആത്മാവ്. അവസ്ഥാത്രയങ്ങൾക്ക് അതീതമാണ് ആത്മാവ്. അതുകൊണ്ട് അതിനെ തുരീയം അഥവാ നാലാമത്തേത് എന്ന് പറയുന്നു. ഈ ത്രിഗുണങ്ങളുടെ ആധിക്യ ന്യൂനതകൾ കൊണ്ടാണ് ജീവികൾക്ക് മേൽഗതിയും കീഴ്ഗതിയും ഉണ്ടാവുന്നത്. സത്വഗുണം അധികരിക്കുമ്പോൾ വേദജ്ഞരായിത്തീരണു, വേദാർത്ഥം അറിഞ്ഞ ബ്രാഹ്മണനായിട്ട് ഭവിക്കണു. അവർ ഉയർന്നുയർന്ന് ബ്രഹ്മാവിരിക്കുന്ന സത്യലോകം വരെ ഉയരണു. നേരെ വിപരീതമാണ് തമോ ഗുണം.
തമോ ഗുണം വർദ്ധിക്കുമ്പോൾ ആലസ്യം, ക്രോധം, കാമം തുടങ്ങിയവ നിമിത്തം മോഹിതരായിട്ട് താന്ന് 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 വൃക്ഷാദികൾ വരെ അല്ലെങ്കിൽ നീചയോനികളിൽ പ്രവേശിക്കണു. ഇതിൻ്റെ മധ്യത്തിൽ രജോ ഗുണം വർദ്ധിക്കുമ്പോൾ പ്രവൃത്തിശീലരായിട്ട് മധ്യമലോകം എന്ന് പറയപ്പെടാവുന്ന ഭൂലോകത്തിൽ സഞ്ചരിക്കുന്ന മനുഷ്യരായിട്ട് മാറുന്നു. സത്വേ പ്രലീന സ്വര്യാന്തി നരലോകം രജോലയാ തമോലയാസ്തു നിരയം യാന്തി മാമേവ നിർഗുണ. ഇനി 4 ഗുണങ്ങളെ ഭഗവാൻ വ്യവഹരിച്ചു പറയണു, വേർതിരിച്ച് പറയണു. ദേഹനാശത്തിൽ ഏതേത് ഗുണങ്ങൾ ആണോ ഉയർന്നു നിൽക്കുന്നത്, ആധിക്യമുണ്ടാവണത്, അതിനനുസരിച്ച് ഉച്ചനീചഗതികൾ ജീവികൾക്കുണ്ടാവണു എന്ന് പറഞ്ഞത് ഒന്നും കൂടി വ്യക്തമാക്കുകയാണ്. സത്വഗുണത്തിൻ്റെ അഭിവൃദ്ധി ഉണ്ടാവുമ്പോൾ ദേഹം ഉപേക്ഷിച്ചവർ സ്വർഗത്തിൽ പ്രവേശിക്കണം. രജോ ഗുണം വർദ്ധിച്ചിരിക്കുമ്പോൾ മരിക്കുന്നവർക്ക് ഭൂമിയിൽ തന്നെ മനുഷ്യജന്മം ഉണ്ടാവണു. തമോ ഗുണം അധികരിക്കുന്ന സമയത്തിൽ മരിക്കുന്നവർ നരകത്തിൽ പോണു. പുനരപി ജനനം, പുനരപി മരണം, പുനരപി ജനനീ ജഠരേ ശയനം എന്നാണ് ഈ 3 കൂട്ടർക്കും ഉണ്ടാവുന്നത്. സ്വർഗത്തിൽ പോയാലും ജനിക്കണം, നരകത്തിൽ പോയാലും ജനിക്കണം, ഭൂമിയിലാണെങ്കിലും വീണ്ടും ജനിക്കണം. അപ്പോൾ ജീവിച്ചിരിക്കുന്ന സമയത്തിൽ തന്നെ ഗുണങ്ങളെയും ഗുണകാര്യങ്ങളെയും അറിഞ്ഞ് അവയുടെ ദോഷങ്ങളെയും അറിഞ്ഞ് അവയുടെ ബാധയെ തടുത്ത് ഗുണാതീതനായിട്ടുള്ള ആത്മാവിൻ്റെ സ്വഭാവത്തിനെ അറിയണം. ഇങ്ങനെ ആത്മസ്വരൂപത്തിനെ അറിഞ്ഞ് നിർഗുണാവസ്ഥയിൽ എത്തിയിരിക്കുന്ന ആ സമയത്ത് ദേഹത്തിനെ ഉപേക്ഷിക്കുന്നവര് മരണാനന്തരം എന്നോടുകൂടി ചേരണു ഉദ്ധവ, മാമേവ നിർഗുണ. അപ്പോൾ അവസാന കാലത്ത് എന്താണോ ചിന്തിക്കണത് അതായി തീരും. അതുകൊണ്ടാണ് ദ്വിതീയ സ്കന്ധം തുടങ്ങിയപ്പോൾ തന്നെ, പരീക്ഷിശുഖ സംവാദം തുടങ്ങിയപ്പോൾ തന്നെ ശ്രീശുഖ ബ്രഹ്മർഷി പരീക്ഷത്തിനോട് പറഞ്ഞത് ജന്മലാഭ വരപുംസാം അന്തേ നാരായണ സ്മൃതി എന്ന്. മാൻകുട്ടി 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 എന്ന് നിരന്തരം ചിന്തിച്ചുകൊണ്ട് മാൻകുട്ടിയായി തീർന്ന ഭരതൻ എന്ന രാജർഷിയുടെയും കൃഷ്ണോഹം 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 എന്ന് ധ്യാനിച്ചിരുന്ന പൗണ്ഡ്രക വാസുദേവൻ കൃഷ്ണനിൽ വിലയം പ്രാപിച്ച കഥയും ഭാഗവത്തിൽ തന്നെ നമുക്ക് കാണിച്ചു തരുന്നു. ഇങ്ങനെ യാവൽ സ്വസ്ഥമിതം ശരീരമരുജം എന്നൊക്കെ ഭർതൃഹരി പറഞ്ഞതുപോലെ ഇന്ദ്രിയങ്ങൾ നല്ല ശക്തിമത്തായിരിക്കുന്ന സമയത്ത്, മനസ്സ് നിർമ്മലമായിരിക്കുന്ന സമയത്ത്, ശരീരത്തിന് ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കുന്ന സമയത്ത്, സ്വസ്ഥമായിട്ടിരിക്കുന്ന സമയത്ത് ഭഗവാനെ ഉപാസിച്ച് നിത്യവസ്തുവിനെയും അനിത്യവസ്തുവിനെയും തിരിച്ചറിഞ്ഞ് നിത്യചൈതന്യമായിരിക്കുന്ന ആത്മസ്വരൂപത്തിനെ അറിയാനുള്ള നിവൃത്തി മാർഗങ്ങളിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ ദേഹം ഉപേക്ഷിക്കുമ്പോൾ അവൻ എൻ്റെ പദത്തിലേക്ക് എത്തിച്ചേരണു, എന്നോട് കൂടിയിട്ട് താതാത്മ്യം പ്രാപിക്കണു. ഇങ്ങനെ ഓരോ കർമ്മങ്ങൾക്കും കാരണം ഈ ത്രിഗുണാത്മികമാണ്. ഭിന്ന ഭിന്ന കർമ്മങ്ങൾക്ക് ഗുണങ്ങൾ തന്നെയാണ് കാരണം. ആ കർമ്മങ്ങൾക്കനുസരിച്ചിട്ടാണ് സ്വർഗത്തിലാണോ നരകത്തിലാണോ ഭൂമിയിലാണോ ജനിക്കണതെന്ന് തീരുമാനിക്കുക. ഈശ്വരാർപ്പണ ബുദ്ധിയ ഫലകാംക്ഷ കൂടാതെ ചെയ്യുന്ന സ്വധർമാനുഷ്ഠാനം സത്വഗുണത്തിൻ്റെ ഫലമാണ്. ഫലസങ്കല്പത്തോടുകൂടി ചെയ്യുന്ന കർമ്മം രജോ ഗുണത്തിൻ്റെ ഫലമാണ്. ഇനി മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ ആയിട്ട് ചെയ്യുന്ന പ്രാണിഹിംസാദി കർമ്മം തമസിൻ്റെ ഫലമാണ്. ഇങ്ങനെ കർമ്മങ്ങളെക്കുറിച്ച് പറഞ്ഞു. സാത്വികം, രാജസം, താമസം തുടങ്ങിയ 3 തരത്തിലുള്ള കർമ്മങ്ങൾ. ഇനി ഭഗവാൻ ജ്ഞാനത്തിനെ കുറിച്ച് പറയണു. കൈവല്യം സാത്വികം ജ്ഞാനം, രജോ വൈകൽപ്പികം ജയൽ, പ്രാകൃതം താമസം ജ്ഞാനം, മന്നിഷ്ഠം നിർഗുണം സ്മൃതം. സഗുണം നിർഗുണം എന്ന ഭേദനിമിത്തം ജ്ഞാനം 4 വിധമായിരിക്കണം. അതിൽ സാത്വികം, രാജസം, താമസം എന്നുള്ളത് സഗുണം, പിന്നെ നിർഗുണം എന്ന ഭാവം. ആത്മാവിനെ മാത്രം സംബന്ധിച്ച അറിവ് സത്വഗുണത്തിൽ നിന്ന് ഉണ്ടാവണു. ഭേദബുദ്ധി നിമിത്തം ശത്രു മിത്രം, സന്തോഷം സന്താപം, സുഖം ദുഃഖം എന്ന ഭേദബുദ്ധി നിമിത്തം വികല്പരൂപമായിരിക്കുന്ന അറിവ് രജോ ഗുണത്തിൽ നിന്നുണ്ടാവണു. ആഹാരാദി കാര്യങ്ങളെക്കുറിച്ച് മാത്രമുള്ള അറിവ് തമോ ഗുണത്തിൽ നിന്ന് ഉണ്ടാവണു. എന്നാൽ ഉദ്ധവ, സർവേശ്വരനായ എന്നെക്കുറിച്ചുള്ള അറിവ് ആത്മജ്ഞാനം എന്നുള്ളത് ഗുണങ്ങളിൽ നിന്നും അതിക്രമിച്ചിരിക്കുന്നതാണ്.
നൈഷ്കർമ്മ്യാവസ്ഥയിലാണ് എന്നെക്കുറിച്ചുള്ള അറിവ് കിട്ടുക. ഇനി വസിക്കാനുള്ള സ്ഥലത്തിനെ കുറിച്ച് ഭഗവാൻ പറയണു. വനം തു സാത്വികോ വാസോ ഗ്രാമോ രാജസ ഉച്യത്തെ താമസം ദ്യൂതസദനം മന്നികേതം തു നിർഗുണം. സത്വഗുണമുള്ളപ്പോൾ വനത്തിൽ താമസിക്കാനായിട്ട് താല്പര്യമുണ്ടാവണു. വനം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ഏകാന്ത സ്ഥലം, ഏകാന്തതയിൽ ഏകാഗ്രമായിട്ട് എന്നർത്ഥം. രജോ ഗുണം അധികരിക്കുമ്പോൾ പട്ടണത്തിലും മറ്റുള്ള ബഹളങ്ങളിൽ താമസിക്കാൻ താല്പര്യമുണ്ടാവും. തമോ ഗുണം അധികരിക്കുമ്പോൾ ചൂതുകളി, മദ്യപാനം തുടങ്ങി നടക്കുന്ന സ്ഥലത്ത് വസിക്കാനായിട്ട് ഇഷ്ടപ്പെടും. എന്നാൽ ഈ മൂന്ന് ഗുണങ്ങളുടെ ബാധയെയും അതിക്രമിച്ചവൻ എൻ്റെ വാസസ്ഥാനമായിട്ടുള്ള ക്ഷേത്ര സങ്കേതങ്ങളിലോ പുണ്യാശ്രമങ്ങളിലോ മഠങ്ങളിലോ ആണ് താമസിക്കുക. ഇനി സത്വാദി ഗുണങ്ങൾ നിമിത്തം കർത്തൃത്വവും 4 തരത്തിലുണ്ട് എന്ന് ഭഗവാൻ പറയുന്നു. സാത്വിക കാരകോസംഗി, രാഗാന്ധോ രാജസസ്മൃത, താമസ സ്മൃതി ഭ്രഷ്ടോ, നിർഗുണോ മധവാശ്രയ. ഓരോ ഗുണങ്ങളുടെ പ്രേരണ കൊണ്ട് പ്രവർത്തിക്കുന്നത് 3 വിധക്കാരായിട്ട് ഭവിക്കണു. സത്വഗുണം കൊണ്ട് പ്രേരിപ്പിക്കപ്പെടുന്നവൻ സ്വധർമ്മത്തിനെ ഈശ്വരാർപ്പണമായിട്ട് ചെയ്യുന്നത് കൊണ്ട് അവൻ സത്വഗുണപ്രധാനിയാണ് എന്ന് പറയാം. അവൻ വിഷയങ്ങളിൽ നിന്ന് ആസക്തിയറ്റവനായിരിക്കും. രജോ ഗുണപ്രേരിതന് വിഷയാശ അധികരിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് ചെയ്യേണ്ടതും ചെയ്യേണ്ടാത്തതുമായിട്ടുള്ള ഗ്രാഹ്യത്യാജ്യഭാവങ്ങളെപ്പറ്റി ആലോചിക്കാതെ എങ്ങനെയെങ്കിലും ഉദ്ദേശിച്ച വിഷയസുഖം സമ്പാദിക്കാനായിട്ട് അവൻ പരിശ്രമിക്കും. എന്നാൽ തമോ ഗുണപ്രേരിതനാണെങ്കിൽ പൂർവാപര കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കാതെ എന്തെങ്കിലുമൊക്കെ ചാടി പ്രവർത്തിക്കും. പെട്ടെന്നുണ്ടാകുന്ന ആവേശത്തിൽ, പെട്ടെന്നുണ്ടാകുന്ന വികാരക്ഷോഭത്തിൽ. എന്നാൽ ത്രിഗുണങ്ങളെ കടന്നവൻ എപ്പോഴും എന്നെ ശരണം പ്രാപിച്ച് നിരഹങ്കാരനായിരിക്കും ഉദ്ധവ. 27ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ ശ്രദ്ധയെക്കുറിച്ച് പറഞ്ഞു. ശ്രദ്ധയുമുണ്ട് 4 തരത്തിൽ. സാത്വിക ആധ്യാത്മികീ ശ്രദ്ധ, കർമ്മശ്രദ്ധാതു രാജസി, താമസ്യധർമ്മേയാ ശ്രദ്ധ, മത്സേവാം തു നിർഗുണ. ശ്രദ്ധയും 4 വിധമുണ്ട്. ആത്മസ്വരൂപത്തിനെ അറിയാനുള്ള ആഗ്രഹത്തിൽ പുരാണങ്ങള്, ഉപനിഷത്തുക്കള്, വേദാന്ത ശാസ്ത്രങ്ങള് തുടങ്ങിയ വായിച്ചറിയാനുള്ള ശ്രദ്ധ സത്വഗുണത്തിൻ്റെ അഭിവൃദ്ധിയാണ്. ഇനി യാഗം, തപസ് തുടങ്ങിയ കർമ്മങ്ങൾ ചെയ്ത് വിഷയസുഖങ്ങൾ അധികരിക്കണമെന്നുള്ള ശ്രദ്ധ, സ്വർഗകാമോ യജേത എന്ന മട്ടിൽ, അത് രജോ ഗുണത്തിൻ്റെ അഭിവൃദ്ധിയിൽ നിന്നുണ്ടാവുന്നതാണ്. പിന്നെ അധർമ്മത്തിൽ അധികരിച്ച ശ്രദ്ധ, ഹിംസ, പരോപദ്രവം തുടങ്ങിയതെല്ലാം തമോ ഗുണത്തിൽ നിന്നുണ്ടായതാണ്. എൻ്റെ സേവയിൽ വർദ്ധിച്ചു വരുന്ന ശ്രദ്ധ ഗുണങ്ങളെ അതിക്രമിച്ചു വരുന്ന ശ്രദ്ധയാണ്. അതാണ് നിർഗുണമായ ശ്രദ്ധ. ഇനി ഇന്നത്തെ മനുഷ്യർ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം ആഹാരമാണ്. പലതരത്തിലുള്ള ആഹാരം കഴിക്കുന്നുണ്ട് മനുഷ്യർ. 28ാമത്തെ ശ്ലോകത്തിൽ പറയണു, പഥ്യം പൂതം അനായാസ്തം ആഹാര്യം സാത്വികം സ്മൃതം രാജസം ചേന്ദ്രിയപ്രേഷ്ഠം താമസം ച അർത്തിത അശുചി എന്ന്. ഹിതമായിട്ടും ശുദ്ധമായിട്ടും ആയാസപ്പെടാതെ കിട്ടുന്നതുമായ ആഹാരപാനീയങ്ങളാണ് സാത്വികം എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് സത്വഗുണം അധികരിക്കുമ്പോൾ ഹിതമായിട്ടും പരിശുദ്ധമായിട്ടും അധികം അധ്വാനിക്കാതെ കിട്ടുന്നതായ ഭക്ഷണപദാർത്ഥങ്ങൾ. ആഹാരം കഴിക്കുന്നത് നമ്മൾ നാവിൻ്റെ പ്രീതിക്ക് വേണ്ടിയിട്ടല്ല, ശരീരത്തിന് യോജിക്കുന്നതാവണം. മനുഷ്യൻ്റെ ഏറ്റവും വലിയ അപകടം എന്ന് പറയുന്നത് വായയ്ക്ക് ഇഷ്ടപ്പെടുന്നത് വയറിന് പിടിക്കില്ല, വയറിന് പിടിക്കുന്നത് വായയ്ക്ക് പിടിക്കില്ല. ഇത് വലിയൊരു പ്രശ്നമാണ്. അപ്പം നാവിനെ പ്രീതിപ്പെടുത്താനായിട്ട് മത്സ്യമാംസാദികൾ ഉൾപ്പെടെയുള്ള പലതരത്തിലുള്ള ആഹാരങ്ങൾ കഴിക്കുമെങ്കിലും അത് ശരീരത്തിന് ദോഷകരമാണ് എന്ന് മാത്രമല്ല, അത് ഇന്നത്തെ ഭാഷയിൽ നമ്മൾ ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ടാണ് കഴിക്കുക. യാമം കഴിഞ്ഞാൽ ഒരു വസ്തു നിവേദിക്കരുത് ഈശ്വരന്മാർക്ക് എന്ന് പറയും. ചൂടാറുന്നതിന് മുന്നേ നിവേദിക്കണം എന്നാ പറയുക. ഇതുപോലെ തന്നെയാണ് ആഹാര സാധനങ്ങൾ അപ്പോൾ ഉണ്ടാക്കി ചൂടോടുകൂടി കഴിക്കണം. പക്ഷേ സമയം കയ്യിൽ പിടിച്ച് നടക്കുന്ന ഇന്നത്തെ മനുഷ്യന് ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. സമയമാണ് അവന് വലുത്, സമ്പത്താണ് അവന് വലുത്. അതുകൊണ്ട് ആഴ്ചയിൽ 1 ദിവസമോ അല്ലെങ്കിൽ ആഴ്ചയിൽ 2 ദിവസമോ ആഹാരം പാകം ചെയ്ത് ശീതീകരണ പെട്ടിയിൽ സൂക്ഷിച്ചു വെച്ച് കുറേശ്ശെ അത് ചൂടാക്കി കഴിക്കണു. അത് ശരീരത്തിനും ബുദ്ധിക്കും ഇന്ദ്രിയങ്ങൾക്കും എല്ലാം അപകടമുണ്ടാക്കണു. അപ്പോൾ പഥ്യമായിരിക്കണം, പൂതം ശുദ്ധമായിരിക്കണം, ആയാസപ്പെടാതെ കിട്ടുന്നതായിരിക്കണം.
ഇതാണ് ആഹാരത്തിൻ്റെ കാര്യം. അപ്പോൾ ശരീരത്തിന് യോജിക്കുന്നതും എളുപ്പം ദഹിക്കുന്നതും ശുദ്ധമായിരിക്കുന്നതുമായ ആഹാരമാണ് കഴിക്കേണ്ടത് എന്ന് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്ന് 4 നേരം ആഹാരം കഴിക്കുന്നവനാണ് ഏകഭുക്തോ യോഗി. ഒരു നേരം ആഹാരം കഴിക്കുന്നവനെ യോഗി എന്നാണ് പറയുക. 2 നേരം ആഹാരം കഴിക്കുന്നവനെ ഭോഗി എന്ന് പറയും. 3 നേരം ആഹാരം കഴിക്കുന്നവൻ രോഗിയായി തീരും. ആചാര്യന്മാര് തമാശയ്ക്ക് പറയാറുണ്ട് 4 നേരം ആഹാരം കഴിക്കുന്നവൻ ദ്രോഹിയാണെന്ന്. ഇങ്ങനെ യോഗിയാവണോ രോഗിയാവണോ എന്നുള്ളത് നമ്മൾ തീരുമാനിക്കുക. സാത്വികം, രാജസം, താമസം എന്നീ രീതിയിലുള്ള ആഹാരത്തിനെ വേർതിരിച്ച് കാണിക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ്. രജോ ഗുണം അധികരിക്കുമ്പോൾ ഇന്ദ്രിയങ്ങൾക്ക് ഇഷ്ടപ്രദമായ നല്ല എരിവ്, നല്ല പുളി, നല്ല ചൂട് തുടങ്ങിയ അധികരിച്ച പദാർത്ഥങ്ങളിൽ ഇഷ്ടമുണ്ടായി വരും. നല്ല ചൂടുള്ള ചായയാണ് എനിക്ക് ഇഷ്ടം. നല്ല കാപ്പിക്ക് നല്ല ചൂട് വേണം. അച്ചാറിന് നല്ല എരിവ് വേണം. കറികൾക്ക് നല്ല എരിവ് വേണം. നല്ല ചൂട് വേണം ചോറിന്. ഇങ്ങനെയുള്ള ആ ഗുണങ്ങളെ ഇഷ്ടപ്പെടുന്നവനാണ് രജോ ഗുണം എന്ന് പറയുക. ഇനി ഇന്ദ്രിയങ്ങളെ ദുഃഖിപ്പിക്കുന്നതും ദുർഗന്ധം മുതലായ പുറപ്പെട്ടുകൊണ്ടിരിക്കുന്നതുമായ അശുദ്ധ പദാർത്ഥങ്ങൾ, വളിച്ചത്, പുളിച്ചത്, ചീഞ്ഞതായിട്ടുള്ള സാധനങ്ങൾ. അപ്പൊ ഏതൊരു പദാർത്ഥവും ഒരു പരിധി കഴിഞ്ഞാൽ അത് കേടുവരും. യാമം കഴിഞ്ഞാൽ അത് കേടുവരും. അങ്ങനെയുള്ള അശുദ്ധ പദാർത്ഥങ്ങളിൽ തമോ ഗുണം അധികരിച്ചവർക്കാണ് താല്പര്യമുണ്ടാവുക. ഇങ്ങനെ ഗുണഭേദ നിമിത്തം ഭക്ഷണപദാർത്ഥങ്ങളുടെ ആഗ്രഹവും 3ആയിട്ട് വരും. എന്നാൽ ക്ഷേത്രങ്ങളിൽ നിന്ന് കിട്ടുന്നതായ ഭഗവാന്റെ നിവേദ്യം, ഉണക്കൽ ചോറ്, അതുപോലെ ശ്രാദ്ധത്തിന് ഉപയോഗിക്കുന്നതായ കവ്യം, ഇതൊക്കെ വളരെ വളരെ ശ്രേഷ്ഠമായിട്ടുള്ളതാണ്. അപ്പൊ നിവേദ്യ സാധനങ്ങൾ ഭഗവാന് നേദിച്ച ഉണക്കച്ചോറ് ആ യാമം കഴിയുന്നതിന് മുമ്പ് ശുദ്ധമായിട്ട് കഴിക്കുക. അതുകൊണ്ടാണ് ഭജനക്കാലത്ത് സാത്വികമായിട്ടുള്ള ആഹാരം വേണം, സപ്താഹ കാലത്ത് സാത്വികമായിട്ടുള്ള ആഹാരം കഴിക്കണം എന്ന് പറയാൻ കാരണം. ഇനി സുഖവും 4 തരത്തിലുണ്ട്. സാത്വികം സുഖം, ആത്മോത്ഥം, വിഷയോത്ഥം തു രാജസം, താമസം മോഹദൈന്യോത്ഥം, നിർഗുണം മദപാശ്രയം. ആത്മാനുഭാവത്തിൽ നിന്നുണ്ടാകുന്ന സുഖത്തില് താല്പര്യം സാത്വികന്മാർക്കാണ് ഉണ്ടാവുക. ശബ്ദം, സ്പർശം തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളെ അനുഭവിച്ച് സുഖിക്കണം എന്നുള്ള ശ്രദ്ധ രജോ ഗുണമുള്ളവർക്കാണ് ഉണ്ടാവുക. മദ്യപാനം, മൈഥുനം, അതുപോലെ മത്സ്യമാംസാഹ ആഹാരാദികൾ, ഇവകളുള്ള സുഖാനുഭവത്തിൽ താല്പര്യമുള്ളവര് തമോ ഗുണികളാണ് എന്നർത്ഥം. 4മതായിട്ട് ഈശ്വരനായ എന്നെ ഭജിക്കുന്നത് കൊണ്ടുള്ള സുഖം. അതുകൊണ്ടാണ് പ്രചേതസ്സുകൾ 10,000 സംവത്സരം വെള്ളത്തിന്റെ അടിയിൽ മുങ്ങിക്കിടന്നത്. ഭഗവാൻ പ്രസാദിക്കണമെന്ന് പോലും അവർക്ക് താല്പര്യം ഉണ്ടായില്ല. ഇങ്ങനെ ഭഗവാൻ പ്രസാദിക്കണമെന്നുള്ള താല്പര്യം പോലും ഇല്ലാതെ നിഷ്കാമ ഭക്തിയോടുകൂടി എന്നെ ഭജിക്കുന്നത് കൊണ്ടുള്ള സുഖം, അതാണ് ഗുണാതീതന്മാർക്കുള്ളത്, നിർഗുണമായിട്ടുള്ളത്. ഇങ്ങനെ ഉദ്ധവ ദ്രവ്യം, ദേശം, ഫലം, കാലം, ജ്ഞാനം, കർമ്മം, കർത്താവ്, ശ്രദ്ധ, അവസ്ഥ, ആകൃതി, നിഷ്ഠ, ഇതെല്ലാം ത്രിഗുണാത്മികമായിട്ടുള്ളതാണ്. എല്ലാത്തിലും ഉണ്ട്. ഇതെല്ലാം പഥ്യമായിട്ടും അപഥ്യമായിട്ടും ശുദ്ധമായിട്ടും അശുദ്ധമായിട്ടുമുള്ള പദാർത്ഥങ്ങളിലുണ്ട്. കാട്, പട്ടണം മുതലായ വാസസ്ഥാനങ്ങളിലുണ്ട്. പലവിധ സുഖാനുഭവങ്ങളിലുണ്ട്. ശാന്തി, ക്രോധം, സന്തോഷം മുതലായ ചിത്തവൃത്തികളിലുണ്ട്. ആത്മജ്ഞാനം, വിഷയജ്ഞാനം മുതലായുള്ള പലതരത്തിലുള്ള അറിവുകളിലുണ്ട്. അതുപോലെ തന്നെ ആത്മശാസ്ത്രം, നീതിശാസ്ത്രം മുതലായ ശാസ്ത്രങ്ങളിലുണ്ട്. സ്വപ്നം, ജാഗ്രത്, സുഷുപ്തി മുതലായ അവസ്ഥകളിലുണ്ട്. ദേവൻ, അസുരൻ, മനുഷ്യൻ എന്നീ സ്വരൂപപ്രാപ്തിയിലുണ്ട്. സ്വർഗം, ഭൂമി, നരകം തുടങ്ങിയ സ്ഥാനങ്ങളിലുണ്ട്. ഇങ്ങനെ ഓരോരോ വസ്തുക്കളിൽ ഓരോരുത്തർക്ക് ആഗ്രഹം അധികരിച്ച് കാണുന്നതിന് എന്ന് വേണ്ട നാനാവിധ ഭേദങ്ങൾ കാണപ്പെടുന്ന സംഗതി ഓരോ വ്യക്തിയെയും ഭരിക്കുന്നതായ അവരവരുടെ ഉള്ളിലുള്ളതായ സത്വാദി ഗുണങ്ങളുടെ ആധിക്യ ന്യൂനതകളാണ് ഉദ്ധവ. അപ്പൊ ത്രിഗുണാത്മികമാണ് സർവസ്വവും. അതിനനുസരിച്ചിട്ടാണ് എല്ലാം ഉണ്ടാവുന്നത്. അത് ദ്രവ്യമായിക്കോട്ടെ, ദേശമായിക്കോട്ടെ, ഫലമായിക്കോട്ടെ, കാലമായിക്കോട്ടെ,
ഏത് വസ്തുവാണെങ്കിലും ത്രൈഗുണ്യ സർവ ഏവഹി, എല്ലാം 3 ഗുണങ്ങളിൽ നിന്ന് ഉണ്ടാകുന്നതാണ്. ഈ 3 ഗുണങ്ങളിൽ നിന്നും അതീതനായിട്ട് നൈർഗുണ്യാവസ്ഥയിൽ, നിഷ്കാമാവസ്ഥയിൽ ഇരിക്കുന്നതാണ് എന്നെക്കുറിച്ചുള്ള കർമ്മങ്ങൾ, അല്ലെങ്കിൽ എന്നെക്കുറിച്ചുള്ള ആ നിർഗുണപ്രഭാവം എന്ന് പറഞ്ഞ് ഭഗവാൻ പറഞ്ഞു നിർത്തി. ഭഗവാൻ പിന്നീട് വീണ്ടും പറയണു, ഉദ്ധവ, കാണപ്പെടുന്നതും കേൾക്കപ്പെടുന്നതുമായ എല്ലാ പദാർത്ഥങ്ങളും പ്രകൃതി പുരുഷ സംബന്ധം നിമിത്തമുണ്ടായതാണ്. അതെല്ലാം ത്രിഗുണാത്മികവുമാണ്. പലതരത്തിലുള്ള സുഖ ദുഃഖ രൂപേണ പുരുഷനെ ബാധിക്കുന്നതായ ഈ സംസാര കാര്യങ്ങൾ സത്വാദി ഗുണങ്ങളുടെ ആധിക്യ ന്യൂനതകൾ അനുസരിച്ച് ഉണ്ടാകുന്ന കർമ്മങ്ങളുടെ ഫലങ്ങളാണ്. ഈ ഗുണങ്ങളുടെ ഉൽപ്പത്തിസ്ഥാനമോ അത് മനസ്സാണ്. ഏതാ സംസൃതയ പുംസോ ഗുണകർമ്മ നിബന്ധന ഏനേമേ നിർജിതാ സൗമ്യ ഗുണാജീവേന ചിത്തജാ. ഏതൊരു ജീവന് മനോജന്യങ്ങളായ ഗുണങ്ങളെ ജയിക്കാൻ ശക്തി ഉണ്ടാവുന്നുവോ അവനാണ് ശ്രേയസ്കരമായിട്ട് മോക്ഷത്തിലേക്ക് എത്തുന്നത്. അപ്പൊ ഏതൊരുത്തനാണ് ഈ ത്രിഗുണങ്ങളെ, മനസ്സിൽ നിന്നുണ്ടാകുന്ന ത്രിഗുണങ്ങളെ ജയിക്കാൻ സാധിക്കുന്നത്, അവൻ എന്നെ ഭജിക്കുക എന്ന യോഗത്താൽ, ഭക്തി യോഗത്താൽ എന്നിൽ നിന്ന് തെറ്റാത്തവനായി തീരുന്നു. സ്ഥിരതര മനസ്സാ, അനന്യമായ ഭാവത്തോടെ, ദൃഢമായിട്ടുള്ള ചിത്തത്തോടെ എന്നിൽ നിന്ന് അനങ്ങാത്തവനായതുകൊണ്ട്, നിശ്ചലമായ മനസ്സോടു കൂടിയവനായതുകൊണ്ട്, ധ്രുവമായ മനസ്സോടു കൂടിയവനായതുകൊണ്ട് ഈ ദേഹം ഉപേക്ഷിച്ച ശേഷം ഞാനായിട്ട് ഭവിക്കാൻ യോഗ്യനാവണു. അതായത് യാ അന്തേമതി സാ ഗതി, ആരെ തന്നെ ചിന്തിച്ചിരിക്കണോ അവനായിട്ട് തീരണു. ഇങ്ങനെ എന്നെ തന്നെ സർവാത്മന ചിന്തിച്ചിരിക്കുന്നവൻ ഞാനായിട്ട് തീരണു. അഹം ബ്രഹ്മാസ്മി എന്നായി തീരണു. അങ്ങനെയുള്ള ഈ അഭേദജ്ഞാനം അത് ആത്മസാക്ഷാത്കാരത്തിനെയും അതിന് കാരണമായിരിക്കുന്ന വേദാന്താദി ശാസ്ത്രത്തിനെയും സമ്പാദിക്കാനായിട്ട് ഈ മനുഷ്യ ശരീരത്തിനെ ഉപയോഗിക്കണം. അപ്പൊ ആത്മസാക്ഷാത്കാരത്തിന് വേണ്ട വേദാന്താദി ശാസ്ത്രജ്ഞാനത്തിനെ സ്വീകരിക്കണം. അതിൻ്റെ സാരമായിരിക്കുന്ന മഹാവാക്യങ്ങളെ ശ്രവിക്കണം, പുരാണങ്ങളെ പഠിക്കണം, ഭാഗവതം കേൾക്കണം, ശ്രവണം, കീർത്തനം, മനനം, നിധിധ്യാസനം എന്നീ കർമ്മങ്ങൾ ചെയ്യണം. ഇതെല്ലാം ചെയ്യാനായിട്ട് ശ്രേഷ്ഠമായ ഉപകരണമായ മനുഷ്യദേഹം സിദ്ധിച്ചു കഴിഞ്ഞാൽ ഈ ഗുണഗണങ്ങളെ തിരിച്ചറിയാനായിട്ട് സാധിക്കണം. അപ്പൊ സംസാര കാര്യങ്ങളിലുള്ള സംഘത്തിനെയും ആ സംഘം കൊണ്ടുണ്ടാകുന്ന സംസാര ചക്രത്തിനെയും ദുഃഖപ്രാപ്തി സ്വരൂപമായിരിക്കുന്ന ബന്ധത്തിനെയും അറുത്ത് കളയണം. ഭിദ്യതേ ഹൃദയഗ്രന്ഥി ഛിദ്യന്തേ സർവസംശയാ എന്ന് പറഞ്ഞുകൊണ്ട് വിവേകസമ്പന്നരായിട്ട് എന്നെ ഭജിക്കണം. അതിനു വേണ്ടിയിട്ടുള്ളതാണ് ഈ ശരീരം എന്ന് പറയുന്നത്. തസ്മാൽ ദേഹമിമം ലബ്ധ്വാ ജ്ഞാനവിജ്ഞാന സംഭവം ഭക്തിയോഗേന മന്നിഷ്ഠോ മദ്ഭാവായ പ്രപദ്യതേ. തസ്മാൽ ദേഹമിമം ലബ്ധ്വാ ജ്ഞാനവിജ്ഞാന സംഭവം. ശരീരമാദ്യം സുലഭം, നിർദേഹമാദ്യം സുലഭം സുദുർലഭം, ലബ്ധ്വാ സുദുർലഭമിതം ബഹുസംഭവന്തേ എന്നെല്ലാം ഭാഗവതത്തിൽ പല സ്ഥലത്ത് പറഞ്ഞിരിക്കുന്നതായ ഈ ശ്രേഷ്ഠമായ മനുഷ്യ ശരീരം കൊണ്ട് ഭഗവാനെ നിരന്തരമായിട്ട് ഭക്തിയോഗത്താൽ ഉപാസിച്ച് ജ്ഞാനത്തിനെ വിജ്ഞാനമയമാക്കി മാറ്റി എല്ലാ ഗുണങ്ങളിൽ നിന്നും വേർപെടണം. ഗുണസംഗം വിനർദ്ധൂയ മാം ഭജന്തു വിചക്ഷണ. ബുദ്ധി ഉപയോഗിച്ച് നിത്യവസ്തുവിനെയും അനിത്യവസ്തുവിനെയും വേർതിരിച്ചറിഞ്ഞ് നിത്യവസ്തുവായിരിക്കുന്ന ആത്മചൈതന്യത്തിൽ മനസ്സുറപ്പിച്ച് എന്നെ തന്നെ ഭക്തിയോഗം കൊണ്ട് ഭജിക്കണം ഉദ്ധവ. അങ്ങനെയുള്ളവരാണ് പരമപുരുഷാർത്ഥ രൂപമായിരിക്കുന്ന കൈവല്യപ്രാപ്തിക്ക് അർഹന്മാർ. അതുകൊണ്ട് വിവേകിയായവൻ ഇന്ദ്രിയങ്ങളുടെ കീഴിലിരിക്കാതെ ആ ഇന്ദ്രിയങ്ങളെ
എതിർത്ത് ജയിച്ച് തോൽപ്പിച്ച് തുച്ഛ വിഷയങ്ങളിൽ ചേർച്ച കൂടാതെ ഇരിക്കണം. ദൃഢാരതി ബ്രഹ്മണി നിർഗുണേചയ എന്ന് സനകാദികൾ പൃഥുവിനോട് പറഞ്ഞ പോലെ അസംഗ ആത്മവ്യതിരിക്ത ആത്മനി ദൃഢാരഥർ ബ്രഹ്മണി നിർഗുണേചയ എന്ന ചതുർത്ഥ സ്കന്ധത്തിലെ സനകാദികൾ പൃഥുവിനോട് പറഞ്ഞതുപോലെ തന്നെ ഇവിടെ ഭഗവാൻ ഉദ്ധവനോട് പറയുന്നു. അതുകൊണ്ട് ഈ ത്രിഗുണജയമാണ്, 3 ഗുണങ്ങൾക്കും അതീതനായിട്ടിരിക്കലാണ് കൈവല്യപ്രാപ്തിക്ക് കാരണം. രജസ്സും തമസും തികച്ചും ദോഷഹേതുക്കളായതുകൊണ്ട് ആദ്യം അവയാണ് ജയിക്കേണ്ടത്. അതിന് സത്വഗുണം വർദ്ധിപ്പിക്കണം. ഗുണങ്ങൾ വർദ്ധിക്കുന്നത് എങ്ങനെയാ? പദാർത്ഥസാരങ്ങളിൽ നിന്നാണ്. അതുകൊണ്ട് സത്വഗുണം വർദ്ധിപ്പിക്കാൻ ഉപകാരമായിരിക്കുന്ന ശുദ്ധ പദാർത്ഥങ്ങൾ അല്പമായിട്ട് ആഹാരമായി സ്വീകരിക്കുക. പാല്, നെയ്യ്, ചെറുപയറ്, പഴവർഗ്ഗങ്ങൾ തുടങ്ങിയവ. ഇങ്ങനെ ആഹാരം ശുദ്ധമായ സത്വഗുണമുള്ള വസ്തുക്കളാവുമ്പോൾ സത്വഗുണം വർദ്ധിച്ചു വരും. അപ്പോൾ ഈശ്വരഭക്തി വർദ്ധിക്കും. അങ്ങനെ ക്രമേണ യാതൊന്നിനെയും അപേക്ഷിക്കാതിരിക്കുന്നതായ ശുദ്ധ സത്വഗുണം കൊണ്ട് സത്വഗുണത്തിനെയും ജയിക്കണം, അല്ലെങ്കിൽ ഉപേക്ഷിക്കണം. അങ്ങനെ സത്വഗുണത്തിനെയും ജയിച്ചു കഴിഞ്ഞാൽ മനസ്സ് നിർഗുണമായി, സങ്കല്പ വികല്പങ്ങളെല്ലാം അവസാനിച്ചു, നിശ്ചലമായിട്ട് തീരുന്നു. കൊടുങ്കാട്ടിൽ ഉണ്ടാകുന്ന കാട്ടുതീയിൽ മരങ്ങളെല്ലാം ദഹിപ്പിച്ചു കഴിഞ്ഞതിന് ശേഷം അത് തന്നെ കെട്ടടങ്ങുന്നത് പോലെ നിർഗുണാവസ്ഥയെ പ്രാപിക്കാൻ തയ്യാറായിരിക്കുന്ന ബുദ്ധിവൃത്തിയോടുകൂടിയ മുനി ത്രിഗുണങ്ങളെ ജയിച്ചവനാണ്. ഇങ്ങനെ മനോജന്യങ്ങളായ സത്വാദി ഗുണങ്ങളിൽ നിന്ന് അസംഗനായിരിക്കുമ്പോൾ ജീവന്റെ ഉപാധിയായിരിക്കുന്ന ലിംഗശരീരം നശിക്കുന്നു. അതുകൊണ്ട് ഉദ്ധവ ത്രിഗുണാതീതമായിട്ടിരിക്കണം. അപ്പൊ സാത്വികനാരാണ്, രാജസനാരാണ്, താമസനാരാണ് എന്ന് ഭഗവാൻ വളരെ വ്യക്തമായിട്ട് ഈ അധ്യായത്തിൽ കാണിച്ചു കൊടുക്കുകയാണ്. സാത്വികൻ എന്ന് പറഞ്ഞാൽ സാത്വികന്റെ മനസ്സ് എപ്പോഴും നിയന്ത്രിതമായിരിക്കും. എടുത്തുചാട്ടം എന്നത് അവന്റെ സ്വഭാവത്തിൽ ഉണ്ടാവില്ല, വീണ്ടും വിചാരമുണ്ടാവും എന്നർത്ഥം. തനിക്കും അന്യർക്കും ഹിതമുണ്ടാക്കുന്ന കാര്യമേ സാത്വികൻ ചിന്തിക്കുള്ളൂ. അവൻ ഒരിക്കലും പ്രലോഭനങ്ങൾക്ക് വശംവദനാവില്ല. അവന്റെ മനസ്സ് അവന്റെ അധീനത്തിലായിരിക്കും. മനസ്സ് നിയന്ത്രിതമായാൽ ഇന്ദ്രിയ നിയന്ത്രണം തന്നെത്താനെ വരും. ശമം എന്ന് പറയുന്ന മനോനിയന്ത്രണം, ദമം എന്ന് പറയുന്ന ഇന്ദ്രിയ നിയന്ത്രണം, തിതിക്ഷ, തപസ്, ദയ, ത്യാഗം, ശ്രദ്ധ, പിന്നെ ശാസ്ത്രത്തിലെ ഗുരുവാക്യത്തിലുമുള്ള ആദരവ് തുടങ്ങിയിട്ടുള്ളതെല്ലാം സത്വഗുണപ്രധാനിക്ക് ഉണ്ടാവും. അങ്ങനെ ആ സത്വഗുണപ്രധാനി സ്വനിർവൃതിയിൽ മുഴുകിയിരിക്കുന്നു. സ്വനിർവൃതി എന്ന് പറഞ്ഞാൽ ആത്മാരാമനായിട്ടിരിക്കുക എന്നർത്ഥം. മനുഷ്യര് 2 തരക്കാരാണ്, വിഷയാരാമന്മാരും ആത്മാരാമന്മാരും. വിഷയ ആരാമന്മാർക്ക് രസിക്കാൻ തന്നിൽ നിന്ന് അന്യമായിട്ടുള്ള എന്തെങ്കിലും വേണം. സംവാദത്തിന് ഒരു സുഹൃത്ത്, കാണാൻ TV-യോ പോലുള്ള ഏതെങ്കിലും ദൃശ്യമാധ്യമങ്ങൾ, അല്ലെങ്കിൽ വായിക്കാൻ ഒരു പുസ്തകം, ചെയ്യാൻ എന്തെങ്കിലും ജോലി, ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടാവണം. ഇതെന്തെങ്കിലും ഉണ്ടായാലേ വിഷയാരാമന്മാർക്ക് രസിക്കാനായിട്ട് പറ്റുള്ളൂ. അല്ലെങ്കിൽ ഒറ്റയ്ക്കിരുന്ന് ബോറടിച്ചു എന്ന് പറയും ഇന്നത്തെ ആൾക്കാർ. ആത്മാരാമന്മാർക്ക് എന്നാൽ ഇതൊന്നും വേണ്ട. അവരെ തങ്ങളിൽ തന്നെ രസിക്കുകയാണ്. തന്നിൽ താനായിട്ട് വിളങ്ങുന്ന ആത്മചൈതന്യത്തിനെ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഏകാന്ത ധ്യാനത്തിൽ മുഴുകുന്ന ഒരു യോഗി തന്നിൽ തന്നെ ആനന്ദം കണ്ടെത്തുന്നു. അവരെയാണ് സാത്വികന്മാരെന്ന് പറയുക. അപ്പൊ സാത്വികന്മാര് പ്രായേണ ആത്മാരാമന്മാരായിട്ട് കാണപ്പെടുന്നു. അവര് അന്തർമുഖന്മാരായിരിക്കും. നേരെ മറിച്ച് വിഷയാരാമന്മാര് എപ്പോഴും ബഹിർമുഖന്മാരായിരിക്കും. അവർ 5 ഇന്ദ്രിയങ്ങളും പുറത്തേക്കാവും തുറന്നിട്ടുണ്ടാവുക. ആത്മാരാമന്മാർക്ക് എപ്പോഴും ഏകാന്തതയാണ് ഇഷ്ടം. വിവിക്ത ദേശസേവിത്വം അരതർ ജനസംസതി എന്ന് ഗീതയിൽ ഭഗവാൻ പറഞ്ഞതുപോലെ. അപ്പൊ വനം എന്ന് പറയുന്നത്, ഇവിടെ ഗീതയിൽ ഭഗവാൻ വനം അല്ല, ഇവിടെ ഭാഗവതത്തിൽ ഭഗവാൻ വനം എന്ന് പറഞ്ഞത് കാട്ടിൽ പോയി തപസ് ചെയ്യണമെന്നല്ല, ഏകാന്തമായൊരു മുറിയിൽ ഏകാഗ്രത കിട്ടാൻ വേണ്ടി ഇരുന്നാലും മതി. അപ്പൊ സാത്വികന്മാരുടെ കർമ്മങ്ങൾ മിക്കവാറും
മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതായിരിക്കും, പരാർത്ഥമായിരിക്കും, സ്വാർത്ഥമായിരിക്കില്ല എന്നർത്ഥം. അർത്ഥകാമങ്ങളിൽ സാത്വികന്മാർക്ക് ആസക്തി ഉണ്ടാവില്ല. കാമിനി കാഞ്ചനങ്ങളെ ആഗ്രഹിക്കാറില്ല അവര്. അവരുടെ കർമ്മങ്ങൾ ഒന്നുകിൽ ഈശ്വരപ്രീതിക്ക് വേണ്ടിയിട്ട് സംസിദ്ധർ ഹരിതോഷണം, അതല്ലെങ്കിൽ സമൂഹത്തിന്റെ അഭ്യുന്നതിക്ക് വേണ്ടിയിട്ട് പരോപകാരാർത്ഥം ഇതം ശരീരം. ഇങ്ങനെ രജസ്തമസ്സുകളെ കീഴടക്കിയവനാണ് സാത്വികൻ. അതുകൊണ്ട് തന്നെ അവന് ധർമ്മബോധവും ആധ്യാത്മജ്ഞാനവും ഉണ്ടാവും. അങ്ങനെ സാത്വികന്റെ മനസ്സ് അസംഖിയാവും. അവന്റെ മനസ്സിന് സംഘമുണ്ടാവില്ല. ഗൃഹത്തിലോ സ്വർണത്തിലോ സ്ത്രീയിലോ മറ്റ് ബാഹ്യസുഖങ്ങളിൽ ഒന്നും ഉണ്ടാവില്ല. എന്നാൽ അവന് താല്പര്യമുണ്ടാവുന്നത് സത്സംഗത്തിൽ മാത്രമാണ്. അത് ഭഗവത് ഉദ്ധവ സംവാദത്തിൽ നമ്മൾ നേരത്തെ കണ്ടതാണ്. സത്സംഗത്തിന്റെ മാഹാത്മ്യം, സജ്ജനങ്ങളുടെ മാഹാത്മ്യം കാപിലത്തിൽ നമ്മൾ കണ്ടതാണ്. അങ്ങനെ സത്വഗുണവും ഭക്തിയും വർദ്ധിച്ചാൽ ഭയവും ശോകവും മോഹവും താനെ മനസ്സിൽ നിന്ന് നിരാകരിക്കപ്പെടും. മനസ്സ് ശുദ്ധമാവും. അവന്റെ മനസ്സും ബുദ്ധിയും അചഞ്ചലമാവും, ഭഗവാനിൽ ദൃഢമാവും. ഇത് തന്നെയാണ് അവസ്ഥാത്രയങ്ങൾക്കും. സത്വഗുണം വർദ്ധിച്ചാൽ ജാഗ്രത ആയിരിക്കും, അല്ലാതെ ഉണർന്നിരിക്കുന്ന അവസ്ഥ. നഷ്ടപ്പെട്ടതിനെ ചൊല്ലിയോ പ്രതീക്ഷിച്ചത് കിട്ടാത്തതിനെ ചൊല്ലിയോ ഒരു പരാതിയും സാത്വികനുണ്ടാവില്ല. പോയതെല്ലാം പോയി, ഉള്ളതെല്ലാം ഉണ്ട്, വരാനുള്ളതൊക്കെ വരും. ഗതം ഗതം സർവം ഉപേക്ഷണീയം, ആയാതം അപേക്ഷണീയം എന്നുള്ള രീതിയിൽ ഭവിതവ്യം ഭവേദേവ. എങ്ങനെയായാലും സംഭവിക്കാനുള്ളതൊക്കെ സംഭവിക്കും, എല്ലാ ഈശ്വരേച്ഛ. അപ്പൊ അതുകൊണ്ട് യൽ കിഞ്ചിൽ പൗരുഷം പുംസാം കൃഷ്ണാനുകമ്പിതം എന്ന അർജുനൻ സന്താനഗോപാലത്തിൽ കണ്ടതുപോലെ പോയതെല്ലാം പോയി, ഉള്ളതെല്ലാം ഉണ്ട്, വരാനുള്ളതൊക്കെ വരും. അതാണ് ഭിക്ഷുഗീതയിലും നമ്മൾ കണ്ടത്. ഇതാണ് സാത്വികന്റെ നിലപാട്. ഇത് ഒരു നിരാശയല്ല, രോദനഗർഭമായിട്ടുള്ള ആശാഭംഗമല്ല. ഇത് പോയതൊക്കെ പോയി എന്നുള്ളത് നിരാശയുടെ, നമ്മുടെ മലയാളത്തിൽ പറയുന്ന നിരാശയുടെ, എല്ലാം ആഗ്രഹങ്ങളൊക്കെ നശിച്ച് ആത്മഹത്യ ചെയ്യാൻ പോകുന്നവന്റെ ഒരു ഭാവമല്ല. രോദനഗർഭമായിട്ടുള്ള ആശാഭംഗമല്ല, മറിച്ച് തത്വജ്ഞാനത്തിൽ നിന്ന് ആവിർഭവിച്ചതായ നിർവേദമാണ്, നിസ്സംഗതയാണ്. ഇതാണ് സാത്വികന്റെ ഏറ്റവും വലിയ ഗുണം. സാത്വികന് വിദ്യ ഗ്രഹിക്കുന്നതിൽ പാടവമുണ്ടാവും. അങ്ങനെ സത്വഗുണത്തോടു കൂടി പ്രവർത്തിച്ച അവൻ ശരീരത്തിനെ ഉപേക്ഷിക്കുമ്പോൾ അവന് സ്വർഗപ്രാപ്തി ഉണ്ടാവും. പിന്നെ ഈ മനുഷ്യന്റെ മനസ്സനുസരിച്ചിട്ടാണ് ദേവനും അസുരനും രാക്ഷസനും. ഇതെല്ലാം മനുഷ്യന്റെ ഉള്ളിൽ തന്നെ ഉള്ളതാണ് എന്ന് ആചാര്യന്മാർ പറയുന്നു. സ്വർഗ സത്വഗുണോദയ എന്ന് ഭഗവാൻ നേരത്തെ ഉദ്ധവന് പറയണ്ടായി. സ്വർഗം എന്ന് പറഞ്ഞാൽ സത്വഗുണം വർദ്ധിക്കുന്ന അവസ്ഥയ്ക്കാണ് സ്വർഗം എന്ന് പറയുക. അപ്പോൾ ആചാര്യന്മാർ പൊതുവെ അഭിപ്രായപ്പെടേണ്ടത് ദേവനും അസുരനും രാക്ഷസനും വാനരനും എല്ലാം മനുഷ്യർ തന്നെയാണ്. ഇവിടെ സാത്വിക സ്വഭാവമുള്ളവനെ ദേവൻ എന്ന് വിളിക്കണു, രാജസ്വഭാവമുള്ളവനെ അസുരൻ എന്ന് വിളിക്കണു, താമസ സ്വഭാവമുള്ളവനെ രാക്ഷസൻ എന്ന് വിളിക്കണു. സ്വർഗം എന്ന് പറഞ്ഞാൽ മനസ്സിൽ സത്വഗുണോദയം തന്നെയാണ്. സാത്വികന്റെ ഹൃദയത്തിലാണ് സ്വർഗം, അതിലാണ് ദേവത്വം. അതുകൊണ്ട് പിഞ്ചു ഹൃദയം ദേവാലയം എന്ന് പറയും. 24 ഗുരുക്കന്മാരിൽ കൊച്ചുകുട്ടിയും ഗുരുവാണെന്ന് പറയാൻ കാരണം കൊച്ചുകുട്ടികളുടെ മനസ്സ് നിഷ്കളങ്കമാണ്, ശുദ്ധമാണ് എന്ന. അതാണ് സ്വർഗം. മനസ്സ് സത്വപ്രധാനമായാൽ ആത്മജ്ഞാനം ഉണ്ടാവും. സാത്വികന്മാര് ഫലകാംക്ഷ കൂടാതെ സ്വധർമ്മം അനുഷ്ഠിക്കും. ഇങ്ങനെ ആണ് സത്വന്മാരുടെ ഗുണങ്ങൾ. ഇനി ജ്ഞാനവുമുണ്ട്. കേവല സംബന്ധിയായിട്ടുള്ള, കൈവല്യ സംബന്ധിയായിട്ടുള്ള ജ്ഞാനം എന്ന് പറയുന്നത് സാത്വികമാണ്. ഒരു വസ്തുവിനെ അഥവാ ഒരു സംഭവത്തിനെ അർഹിക്കുന്ന വിധം പൂർണ്ണമായിട്ട് മനസ്സിലാക്കുക, അതാണ് സാത്വിക ജ്ഞാനം. അതിൻ്റെ വരും വരായികളെ കുറിച്ചുള്ള അറിവ്. രജപ്രധാനമോ അല്ലെങ്കിൽ തമോ ഗുണപ്രധാനമോ ആണെങ്കിൽ ആ മനസ്സിൽ പക്ഷാഭേദമുണ്ടാവും, ദ്വൈതഭാവം ഉണ്ടാവും, ആ വസ്തുവിനെ പറ്റി അഥവാ സംഭവത്തിനെ പറ്റി. അപ്പോൾ പൂർണ്ണമായ ജ്ഞാനം പക്ഷാഭേദമുള്ള മനസ്സിൽ ഉണരില്ല. മനസ്സ് അസംഖ്യയായാലേ പൂർണ്ണമായിട്ടുള്ള ജ്ഞാനം ഉണരുള്ളൂ. സാത്വിക ജ്ഞാനം എന്ന് പറഞ്ഞാൽ
ദ്വന്ദ്വാതീതമായിട്ടുള്ള, പക്ഷാഭേദരഹിതമായിട്ടുള്ള, അസംഖ്യമായിട്ടുള്ള മനസ്സിലാണ് ഉണ്ടാവുക. പക്ഷഭേദരഹിതമായിട്ടുള്ള ജ്ഞാനമാണ് ഉണ്ടാവുക. ഇനി വാസസ്ഥാനം എന്ന് പറയുന്നത് വനത്തിൽ ചെന്ന് താമസിക്കുക എന്നുള്ളതല്ല. ഏകാന്ത ജീവിതം, ക്രിയാകലാപ ബഹുലമായിരിക്കുന്ന ജീവിത രംഗങ്ങളിൽ നിന്ന് സാമാന്യേന ഒഴിഞ്ഞു മാറി നിൽക്കുക. വനവാസം എന്ന് വിവക്ഷിക്കുന്ന ഇതാണ്. ആ ജീവിതത്തിന്റെ തിരക്ക് പിടിച്ച ലഹളയിൽ നിന്ന് സാത്വികൻ ഒഴിഞ്ഞു നിൽക്കും. അഥവാ ഏതെങ്കിലും കർമ്മം ചെയ്യുകയാണെങ്കിൽ അതിനെ തന്നെ കർമ്മം ചെയ്യുകയാണെങ്കിൽ അവൻ അസംഖ്യയായിരിക്കും. ഞാൻ കർത്താവ് എന്ന അഭിമാനം അവന് ഉണ്ടാവില്ല. ഇനി ശ്രദ്ധയുടെ കാര്യമുണ്ട്. ഭഗവാൻ പിന്നീട് പറയുന്നത് ശ്രദ്ധയുടെ കാര്യങ്ങളെ കുറിച്ചിട്ടാണ് വർണ്ണിക്കുന്നത്.